സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു. തൃശൂർ അതിരപ്പള്ളി വിനോദസഞ്ചാര കേന്ദ്രം താൽക്കാലികമായി അടച്ചു. രാവിലെ ഉണ്ടായ ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി. കണ്ണൂർ കൊട്ടിയൂരിൽ വീടിന് മുകളിലേക്ക് മരം വീണ് വീട്ടുകാർക്ക് പരിക്കേറ്റു. കോട്ടയം പനച്ചിക്കാട് ചാന്നാനിക്കാട് കണിയാമൂലക്കവലയിൽ മരം വീണ് വീട് തകർന്നു. കൊട്ടിയൂർ മേഖലയിലെ 10 വീടുകൾ തകർന്നിട്ടുണ്ട്. വിവരങ്ങളുമായി സാനു കെ സജീവും കണ്ണൂരിൽ നിന്ന് മിഥുനും ഒപ്പം ചേരും. തൃശൂർ അതിരപ്പള്ളി വിനോദസഞ്ചാര കേന്ദ്രം താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. സാനു കെ സജീവ് ഒപ്പം ചേരുന്നുണ്ട്. സാനു, ഈ തൃശ്ശൂരിൽ വ്യാപക നാശനഷ്ടമാണല്ലോ, കനത്ത മഴ ഇപ്പോഴുമുണ്ടോ? തീർച്ചയായിട്ടും രാവിലെ തുടങ്ങിയിട്ടുള്ള ഒരു കനത്ത മഴ ഇപ്പോഴും തൃശ്ശൂർ ജില്ലയിൽ തുടരുന്നു എന്ന് തന്നെ വേണം പറയാനായിട്ട്. അതായത് അതിരപ്പള്ളിയിൽ അടക്കമുള്ള മേഖലകളിൽ രാവിലെ ഉണ്ടായ കനത്ത മഴയിലും കാറ്റിലും വലിയ രീതിയിൽ മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് വിനോദസഞ്ചാരികൾക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു നിരോധനം കൂടെ അതിരപ്പള്ളി മേഖലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ കൊടുങ്ങല്ലൂർ മേഖല, കൊടുങ്ങല്ലൂർ ചാവക്കാട് പോലുള്ള തീരദേശ മേഖലകളിൽ കടൽക്കയറ്റവും രാവിലെ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ കടൽക്കയറ്റം ഇപ്പോഴും തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതേപോലെ തന്നെ തൃശ്ശൂർ റൗണ്ടിൽ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ തൃശ്ശൂരിലെ കാലപ്പഴക്കം ചെന്ന് 217 കെട്ടിടങ്ങളുണ്ട്. സമാന നിലയിൽ, അതായത് കഴിഞ്ഞ ദിവസം കോർപ്പറേഷനിലുണ്ടായത്, കോർപ്പറേഷൻ ഓഫീസിന് തൊട്ട് മുന്നിൽ കെട്ടിടത്തിൽ നിന്നും ഇരുമ്പ് പാളികൾ, ഇരുമ്പ് ഷീറ്റുകളടക്കം റോഡിലേക്ക് തെറിച്ചു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് സമാനമായിട്ടൊരു സാഹചര്യം ഇന്ന് അല്പസമയം മുമ്പ് സ്വരാജ് റൗണ്ടിൽ ഉണ്ടായിരിക്കുകയാണ്. കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിന് മുകളിൽ നിന്നും ഷീറ്റുകളടക്കം താഴേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിരവധി വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഇതിന് താഴെ ഉണ്ടായിരുന്നു. അതിന് മുകളിലേക്കാണ് ഈ ഷീറ്റ് വന്ന് പതിച്ചത്. എന്നാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും അവിടെ ഉണ്ടായില്ലെങ്കിലും ഈ വ്യാപാര സ്ഥാപനങ്ങൾക്കൊക്കെ കേടുപാടുകൾ സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതേപോലെ തന്നെ തൃശ്ശൂർ വടക്കാഞ്ചേരിയിൽ ശക്തമായ കാറ്റും ഇടിമിന്നലും ഉണ്ടായ സമയത്ത് ഷോക്കേറ്റ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് കുന്നംപറമ്പ് നഗറിൽ സുരേഷിന്റെ ഭാര്യ രേണുകയാണ് ഇത്തരത്തിൽ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ എരുമപ്പെട്ടി പ്രദേശത്ത് വ്യാപകമായിട്ട് കരകൃഷി, ഈ ശക്തമായിട്ടുള്ള കാറ്റിലും മഴയിലും കരകൃഷി നാശത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യവും ആ പ്രദേശങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുന്നംകുളം പ്രദേശത്ത് ജില്ലയുടെ മലയോര മേഖലകളിലെല്ലാം മണ്ണിടിച്ചിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഈ കുന്നംകുളം മേഖലയിലും വ്യാപകമായിട്ട് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. 25ഓളം വീടുകൾ ഈ പ്രദേശങ്ങളിൽ അപകട ഭീഷണിയിലാണ്. കൃഷ്ണരാജ്, കോട്ടയത്ത് നിന്ന് മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, മധ്യ കേരളത്തിൽ കനത്ത മഴയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കോട്ടയത്ത് എന്താണ് അവസ്ഥ? ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായിട്ടുള്ള മഴയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിലും ഇന്ന് രാവിലെയുമായി എല്ലാം പെയ്തത്. ജലാശയങ്ങളെല്ലാം തന്നെ നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് എത്തിയിട്ടുള്ളത്. നിരവധി നാശനഷ്ടങ്ങളും വിവിധയിടങ്ങളിലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കോട്ടയം ചുങ്കത്ത് ഓട്ടോറിക്ഷകൾക്ക് മുകളിലേക്ക് മരം വീണ് 2 ഓട്ടോറിക്ഷകൾ തകർന്നിരുന്നു. ഈ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന ഡ്രൈവർമാർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ഈ ഓട്ടോറിക്ഷയ്ക്കകത്ത് ഇരിക്കുകയായിരുന്നു അവർ. ഈ മരം വീഴുന്ന ശബ്ദം കേട്ട് ഇറങ്ങി ഓടിയതിനാലാണ് വലിയൊരു അപകടം ഇവിടെ നിന്ന് ഒഴിവായത്. അതുപോലെ തന്നെ വിവിധ ഇടങ്ങളിൽ വീടുകൾ തകരുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. തലയാഴം പഞ്ചായത്തിൽ മാരാംവീട് മുതൽ തലയാമ്പഴ വരെയുള്ള റോഡിന് കുറുകെ 7 ഇടങ്ങളിലായിട്ടാണ് മരങ്ങൾ വീണിട്ടുള്ളത്. ഇവിടങ്ങളിൽ വിവിധ കെട്ടിടങ്ങൾക്ക് അതുപോലെ തന്നെ ഇലക്ട്രിക് പോസ്റ്റുകൾക്കെല്ലാം വലിയ രീതിയിലുള്ള തകർച്ച സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മീനച്ചിലാർ ഇപ്പോൾ കര കവിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. മണിമല പൂവത്തോരിലെ തോംസൺ ഗ്രൂപ്പിന്റെ പാറമടയ്ക്ക് സമീപം മണ്ണിടിഞ്ഞ് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. റോഡിലുമെല്ലാം തന്നെ മണ്ണിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ വിവിധയിടങ്ങളിൽ മതിൽ ഇടിഞ്ഞു വീഴുകയും അത്തരത്തിലുള്ള സംഭവ വികാസങ്ങളുമാണ് കോട്ടയത്ത് ഉണ്ടായിരിക്കുന്നത്. കോട്ടയത്ത് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. ഒപ്പം തന്നെ ഖനനം നിരോധിച്ചുകൊണ്ടും വിവിധയിടങ്ങളിലുള്ള ഇത്തരത്തിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം വിലക്കിക്കൊണ്ടുമുള്ള ഒരു നടപടി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട്, അതായത് അത്യാഹിതങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട
ഇടങ്ങളിലേക്ക് ആ സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പറയാൻ കഴിയുന്നത്. ഏതായാലും കോട്ടയത്തിൽ വലിയ രീതിയിലുള്ള വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ പലയിടങ്ങളിലായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ശക്തമായിട്ടുള്ള മഴ ഉണ്ടായിട്ടുണ്ട്. പാതയോരങ്ങളിലെല്ലാം തന്നെ കടകളും അതുപോലെ തന്നെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളെല്ലാം തന്നെ തകരുന്ന ഒരു സാഹചര്യത്തിലേക്കും എത്തിച്ചേർന്നിരിക്കുകയാണ്. ശരി, മിഥുൻ അയ്യപ്പനാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനമാകെ മഴയും കാറ്റുമൊക്കെയാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മാത്രമാണ് മഴ ലഭ്യമാകാതെ ഉള്ളത്. ഏതായാലും വലിയ നാശനഷ്ടമാണ് ഉണ്ടാകുന്നത്. മരങ്ങൾ കടപുഴകുന്നു, വീടുകൾക്ക് കേടുപാട് സംഭവിക്കുന്നു, ആളുകൾക്ക് പരിക്കേൽക്കുന്നു. അങ്ങനെ വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന് സാനു കെ സജീവും, കോട്ടയത്ത് നിന്ന് മിഥുൻ അയ്യപ്പൻ.